കുറേ നേരമായി ഞാൻ സ്വീകാരന് വേണ്ടി കുറേ മെസ്സേജ് അയക്കാൻ നോക്കുന്നു, ഇതുവരെയും കിട്ടുന്നു. ഞാൻ അടുത്ത് കാശുള്ളപ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടുന്നില്ല. ശരി ശരി, ഓൺ ദ വേയാ. എന്തോടി ഫോണെ കിടന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നത്? കുത്തിക്കൊണ്ടിരിക്കുവാന്നോ ഫോണേല്? കുത്തിക്കുമില്ല, ഞാനൊരു സാധനം ഓർഡർ ചെയ്ത് അതിപ്പോ വരും. നിനക്ക് ഇതിനെല്ലാം ഉള്ള പണി എപ്പോഴും ഓർഡർ ചെയ്ത് ഞാനെല്ലാം വേണം. അമ്മ പോയി വാങ്ങിച്ചോണ്ട് വരും ഓരോ പ്രാവശ്യം. എന്റെ കെട്ടിയാൻ അയക്കുന്ന കാശുണ്ട്, അത് മതി. അമ്മ ഇറങ്ങി. ഈ ഓർഡർ ചെയ്ത് എല്ലാം മേടിച്ചോണം. 10 രൂപ കയ്യിൽ നിന്ന് കിട്ടുന്ന ഉടനെ ഇങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം മേടിച്ചോണം. ആ പിള്ളേർക്കും എന്തെങ്കിലും ഒരു സാധനം മേടിക്കുന്നുണ്ടോ? നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പഴാ ഇതൊക്കെ ആയത്. പൈസ ഉള്ള കാലം ആസ്വദിക്കണം. കൊച്ചുങ്ങളെ കൂടെ വല്ലതും മേടിച്ചു കൊടുക്കണം. അമ്മയുടെ മോനാണെങ്കിൽ എന്റെ കെട്ടിയോനെ ഗൾഫിൽ കിടന്ന് അധ്വാനിക്കുന്ന പണം എന്റെ അക്കൗണ്ടിലുണ്ട്. അതുകൊണ്ടാ ഇത് ആസ്വദിക്കേണ്ട കാലത്ത് ആസ്വദിക്കണം, അല്ല കെട്ടിപ്പൊഞ്ഞു വെച്ചിട്ടുണ്ട് കാര്യമില്ല. 4 ദിവസം ജോലി ഇല്ലാതെ ഇനി വന്നു കഴിയുമ്പോ ഈ ആസ്വാദകമൊക്കെ വേണം. അന്നേരം അമ്മയുണ്ടല്ലോ, അന്നേരം ഞാൻ തരുന്നുണ്ട്. അമ്മ നോക്കിയാണ്. കൊറിയറുകാരൻ വിളിക്കുന്നു, ആടെ വരുന്നുണ്ട്. എടുത്തപ്പം കെട്ടുമായിട്ട് വരുന്നുണ്ട്. മേടിയില്ലേ? ചെല്ല. ഞാൻ ഇന്ന് അവരെ വിളിച്ച് ഞാൻ പറയുമല്ലോ, ഇന്ന് ഞാൻ പറയും. താമസിച്ചു പോയല്ലോ, ഇവിടെ ഡിലേ ആയോ? ഇല്ല. ഓക്കെ, താങ്ക് യു. വരുന്ന വഴിക്കുള്ളൂ. എൻ്റെ ഫോൺ പുതുപ്പള്ളിയിലമ്മ എന്നൊന്ന് വിളിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ എപ്പോഴും കൊറിയറെന്നും പറഞ്ഞുകൊണ്ട് മേടിച്ച് കിട്ടുന്ന പൈസ മുഴുവൻ ചിലവാക്കാനാണ്. എന്തേലും 10 പൈസ കൊച്ചുങ്ങളുടെ പേർക്ക് വല്ല ബാങ്കിൽ വല്ലതും ഇടുവാണെങ്കിൽ അത് ഒരു ചിട്ടിയോ ഒന്നും കൂടത്തില്ല. അമ്മയാണോ? ഹലോ. എൻ്റെ പുതുപ്പള്ളമ്മേ, ഇവിടെ ഈ മോളാണെങ്കിലുണ്ടല്ലോ, ആഴ്ച 4-5 കൊറിയറുകാരാ വരുന്നത്. എന്നും കിട്ടുന്ന പൈസയ്ക്ക്, ആ ചെറുക്കം അയക്കുന്ന പൈസയ്ക്ക് മുഴുവൻ കൊറിയർ സാധനങ്ങൾ മേടിക്കും. തിന്നാനുള്ളതായി, ഡ്രസ്സായി, അങ്ങനായി എല്ലാം മേടിയില്ല. അവിടെ പണി 10 പൈസ മിച്ചം പിടിക്കുന്നില്ല. ഒരു പെങ്കൊച്ചുണ്ട്, അതിൻ്റെ പേര് എൻ്റെ കാലിലേക്ക് ഒരു കമ്മൽ പോലും മേടിക്കത്തില്ല. ഈ കൊറിയർ മേടിക്കുക. അമ്മ പറഞ്ഞൊന്ന് ഗുണദോഷിക്കാൻ നോക്ക് കൊച്ചു. ഞാനൊന്ന് വിളിച്ചിട്ട് ഞാൻ പറയാം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനല്ലേ, മുഴുവനും എല്ലാം അപ്പടി എല്ലാരും കൊറിയർ മേടിക്കും. എന്നോട് പറഞ്ഞു, അമ്മയുടെ മോനാണേലും എൻ്റെ കിട്ടിയോനല്ലേ, എനിക്ക് പൈസ അയച്ചു തരുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഇടവാക്കാനാണ് എന്നോട് പറയുക. അമ്മ ഒന്ന് പറഞ്ഞൊന്ന് ഗുണദോഷിച്ചു നോക്ക്. ആ പെങ്കൊച്ചിൻ്റെ പേർക്ക് 10 പൈസ ഇടാനും അവളോട് പറയാം. ഈ കൊറിയർ മേടിക്കുന്ന പൈസ ഉണ്ട്, അത്യാവശ്യത്തിന് മേടിക്കണ്ടെന്നല്ല. ഇങ്ങനെ അങ്ങ് ആഴ്ച 4-5 പേരായി ഇവിടെ വരുന്നത്. ഇന്നുമുണ്ട്. ആ മനുഷ്യര് കേട്ടാ എന്നോ പറയും, എന്നും ഇവിടെ കൊറിയറുകാരുടെ വരവാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കേട്ടോ. ഞാനൊന്ന് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു കൊടുത്തേക്കാൻ വേണ്ട പോലൊക്കെ. ഇത് പറയാൻ വിളിച്ചതാ. ശരി. ഹലോ. എന്റെ മോളെ, നീ എന്നാക്കെയാ കാണിക്കുന്നേ? നീ പൈസ കിട്ടുന്ന മുഴുവനും കൊറിയർ എടുക്കുവാണെന്നോ? തള്ളെ കൊണ്ട് പറയിപ്പിക്കാതെ എല്ലാം നീ അത് എൻ്റെ വേണ്ട പോലൊക്കെ ചെയ്യും. എന്നും കൊറിയർ മേടിക്കുക, പൈസ എല്ലാം ചെലവാക്കുവാന്ന് ആ തള്ള എന്നെ വിളിച്ച് പറഞ്ഞു. ഒരു ദിവസം 3-4 പേരൊക്കെയാ വരുന്നേ, ഈ കൊറിയറും കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. സമയത്ത് എന്നും ദുരിതമായിരുന്നു. അന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അന്നൊക്കെ ദുരിതം. നമ്മളെ മോളെ പഠിപ്പിക്കണ്ടേ, കെട്ടിക്കണ്ടേ എന്നെല്ലാം പറഞ്ഞ് നിങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചു. അന്നും എടുക്കത്തി വന്നു, പഠനവും എല്ലാം വന്നു. ഇപ്പം അമ്മേ ഒരു കല്യാണം ഒന്ന് കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് ജോലിക്കാരനായതുകൊണ്ടും ഗൾഫിൽ നിന്ന് പൈസ അയക്കുന്നതുകൊണ്ടും അല്ലേ നമുക്ക് വേണ്ട കാര്യമൊക്കെ അമ്മ വാങ്ങിക്കണ്ടേ അമ്മേ? അവരുടെ മകനും കൂടാണ് എന്നെ ചെയ്യാനാ അമ്മേ. അമ്മയൊക്കെ അങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോഴേ അമ്മേ, അങ്ങനെ എന്നും വിളിച്ചിങ്ങനെ പറയുമ്പോൾ അമ്മയെ ഫോൺ എടുക്കണ്ട ഉണ്ണിയിൽ. അല്ലേ അമ്മക്ക് അങ്ങ് കട്ട് ചെയ്തേക്കണം. എൻ്റെ കുറ്റമാണ് ഇങ്ങനെ പറയുന്നെങ്കിലേ ഇതൊക്കെ സേഫ് ആവും. അമ്മ ആ കാര്യമൊക്കെ ചെയ്തു തരും കേട്ടോ. ഫോൺ അമ്മ ഓഫ് ചെയ്താൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. ശരിയെന്നാ. ഇനി ഞാനെന്നാ കാപ്പി ഞാനാണെങ്കിലുണ്ടല്ലോ നെയ്യപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടേ. ഒന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ കുടുംബശ്രീ വെച്ചപ്പോൾ ഞാനിങ്ങ് നെയ്യപ്പം ഓർഡർ ചെയ്തു. ഉണ്ടാക്കാനൊക്കെ വലിയ പാടല്ലേ, ഞാനങ്ങ് ഓർഡർ ചെയ്തേ. ഞാനിപ്പോൾ എടുത്തേ. പറഞ്ഞു, ഞാൻ അതിനിടയ്ക്ക് നടത്തിക്കോളാം. ഈ ആഴ്ച നമുക്ക് 20,000 രൂപയുണ്ട് ബാങ്കിലിടാൻ. ഇപ്പൊ അടുത്ത 30-ാം തീയതിക്കുള്ളിൽ ഇട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് 20,000 രൂപയുണ്ട്. അതാരാ കൈ വെക്കുന്നത്? അമ്മയ്ക്ക് കിട്ടിയോ?
ഞാൻ ഏക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിപ്പോ അടുത്ത ഞായറാഴ്ച കൊണ്ടുവരാൻ പറഞ്ഞാൽ എൻ്റെ കാണത്തില്ല. ഞാൻ എന്തിനു തുണി എടുത്താലോ ആരൊക്കെ ശരിയായിട്ട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കേൾക്കുക. ഞാൻ വരട്ടെ. 28-ാം തീയതി ഞായറാഴ്ചക്കുള്ള ലാസ്റ്റ് ഞായറാഴ്ച ഏതാ വരുന്നത് അത് ഇതിൽ തന്നേക്കണം. പറയട്ടെ. 20,000 രൂപയുണ്ട്, അത് തരുക. ഗ്രൂപ്പിനെ ബാധിക്കരുത് കേട്ടോ. ഒരു കാരണവശാലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മേടിക്കും. പിന്നെ ലാസ്റ്റ് പൈസ ചോദിക്കുമ്പോ പിണങ്ങരുത്. 28-ാം തീയതി 28-ാം തീയതി ഞായറാഴ്ച ആണെങ്കിൽ അതിനുള്ളിൽ തരണം. നിങ്ങൾ ആരും സൂക്ഷിക്കാനില്ല, പിന്നെ ഇതാരും സൂക്ഷിക്കണ്ടേ? നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ആരെങ്കിലും സൂക്ഷിക്കാൻ. ആരെങ്കിലും ഒരാൾ റിസ്ക് എടുക്കാൻ വേണ്ടേ? പക്ഷെ ബാങ്കിൽ ഞങ്ങൾ ബുക്ക് ഞങ്ങൾ നോക്കുമ്പോ പൈസ കണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് എഴുതി വെക്കുക. ശരി ശരി. 20,000 ഉണ്ട്, എഴുതിക്കൂ. എഴുതി വെക്കുക. കുടുംബശ്രീക്കാർക്ക് ഒരു നല്ല ബുദ്ധി തോന്നുന്നു, നല്ല കാര്യം. തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാനായി, പിന്നെ പുള്ളിക്കാരനായിരിക്കുമ്പോൾ ഇതങ്ങ് തിരിച്ചു വെക്കാവല്ലോ. ആരെയും പറ്റിക്കാനല്ല, എന്നാലും. അല്ല ചേച്ചി, കഴിഞ്ഞ ആഴ്ച മേടിച്ചോണ്ട് പോയ പൈസ ഇല്ലേ, അതെനിക്ക് ഇന്ന് കണക്ക് കൊടുക്കണ്ട സമയമായോ? പിന്നെ എനിക്കിന്ന് കണക്ക് വായിക്കുമ്പോൾ അത് പറയേണ്ടതല്ലേ. ഇതിന് നേരത്തെ ആയോ? പിന്നെ ഇന്ന് കൊടുക്കണോ പൈസ? എനിക്ക് കണക്ക് കൊടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ടല്ല വന്നിരിക്കുന്നത്, എനിക്ക് കണക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ പറഞ്ഞതല്ല നേരത്തെ തന്നെ. 2 ദിവസം ഒന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാം. അപ്പം എൻ്റെ കയ്യിലില്ലാത്ത പൈസ ഞാൻ എങ്ങനെ എടുത്ത് തരും? ഇതാണ് ഞാൻ പ്രത്യേകം എല്ലാവരോടും ചോദിച്ചിട്ടല്ല തന്നെ. എങ്ങനെയാണ് ചേച്ചി കഴിഞ്ഞ ആഴ്ച ചേച്ചിയുടെ മോളോട് പൈസ മേടിച്ചു. അത് ഞാൻ പറഞ്ഞതാണ്, എനിക്ക് ബാങ്കിൽ ഇടാൻ നേരം തന്നേക്കണം. അവരാരും മേടിക്കാത്തതുകൊണ്ട് വേണമെന്ന് പറഞ്ഞ് അത്യാവശ്യപ്പെട്ട് മേടിച്ചോ. തന്നില്ലെന്ന് ഇപ്പൊ ഞാൻ അവരോടും സമാധാനം പറയണ്ടേ? എനിക്കറിയാം, ഞാൻ ചോദിച്ചപ്പോ എനിക്കൊരു അത്യാവശ്യത്തിന് എനിക്ക് എങ്ങനെയാലും പൈസ തന്നെ പൈസ അയച്ച ഉടനെ ഞാൻ തിരിച്ചു തരാം കേട്ടോ. തരാവോ? ഇല്ലേ? ഞാൻ അറിഞ്ഞില്ല ഇങ്ങനത്തെ പണി കാണിക്കുന്നു. ഇവിടെ സ്ഥിരം പരിപാടി ഇത് തന്നെ. കൊറിയറുകാർ വരിക അവർക്ക് ഓർഡർ ചെയ്യുക തല പറിക്കുക. ഞാൻ എന്നാ ചെയ്യാനോ? ഒരു മനുഷ്യന് തന്നെ അവിടെ കാണിക്കുക. ഞാൻ എത്ര പേർക്ക് ഞാൻ അത്യാവശ്യം പറഞ്ഞാൽ കൊടുത്തു. മനുഷ്യൻ തരുവേ. പൈസ എടുത്ത് കൊണ്ട കൊടുക്കടി അങ്ങോട്ട്. പൈസ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കാൻ എന്റെ വേണ്ടേ? ഞാൻ മേടിച്ചപ്പോ ഓർക്കണമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞതല്ല. നല്ല വള കണ്ടപ്പോ വാങ്ങിച്ചു പോയി അമ്മേ. നമ്മുടെ കുടുംബത്തോട്ട് തന്നെ ഒരു അസറ്റ്. എന്താ അവനോ കള്ളക്കടം മേടിച്ചാന്നോ വളം മേടിക്കുന്നത്? ഇല്ല, ഇല്ലാത്ത പോലെ ജീവിക്കാൻ പഠിക്കണം. അമ്മ ഞാനത് കിട്ടും, ചേട്ടൻ അയക്കുമ്പോ കൊടുക്കാൻ നിങ്ങണ്ട അമ്മ. ഞാൻ വാങ്ങിച്ചത് അയക്കുമ്പോ മേടിച്ചാൽ മതിയായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കൊണ്ട കൊടുത്തു. ഞാൻ ഇതിനകത്തൊന്നും ഉത്തരവാദിയില്ല. റീന ഈ പൈസ ചോദിച്ചു ഇവിടെ വരരുത് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, കൊടുത്തല്ലേ പറ്റുള്ളൂ. എനിക്ക് കണക്കെഴുതണം. ഇവിടെ ചോദിക്കാൻ പറ്റത്തില്ല. അവളോട് മേടിച്ചോണം. എവിടെ നിന്നു വെച്ചാൽ കൊണ്ട കൊടുത്തു. ചേച്ചി എങ്ങനെയാ ഞാൻ നിക്കണോ വേണ്ടേ? 2 ദിവസം കൂടെ പൊന്നു ചേച്ചി, എനിക്ക് അമ്മായിമ്മയാണ് ഇവിടെ ഒന്നും പറഞ്ഞ പറ്റുമോ ചേച്ചി? അങ്ങനെ പറഞ്ഞിട്ടല്ലല്ലോ മേടിച്ചത്. ചേച്ചിയോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ തന്നതാ. ഇപ്പൊ എന്നായിട്ട് ഞാൻ തിരിച്ചു തരാം. കണക്കൊക്കെ എന്നാ ഇതൊക്കെ ഏൽപ്പിച്ചോ. ഞാനും പോവാ, എനിക്ക് പറ്റില്ല. അവരെല്ലാരും കൂടെ എന്റെ തല പറിക്കുക. ചേച്ചി എന്റെ റീന അവിടെ നിൽക്കും. ഞാൻ 2 ദിവസം കൊണ്ട് തിരിച്ചു. ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് പറ്റത്തില്ല. അവരെന്തെല്ലാം എന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു. വേണ്ട, ഈ തൊണ്ടൊക്കെ വേദിച്ചിട്ട് ഉറപ്പ്. അവള് പൈസ എവിടുന്നേലും കൊണ്ട് തന്നു. എവിടുന്ന്? ഇപ്പൊ എനിക്ക് ഞാൻ ഇനി കിടന്ന് പെടാപ്പാട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഈ പൈസ ഇനി ചെറുക്കനെ അവിടെ കിടന്ന ഇത് ചെറുക്കനെ അറിയിക്കാനൊക്കത്തില്ല. അവളിവിടെ കള്ളക്കടം മുഴുവൻ വെച്ച് കയറ്റിയിട്ടേക്കുവാന്നും പറയാനുണ്ട്. ഇത് ഞാൻ ഒപ്പിച്ച് അവളോട് പറയണ്ട. പിന്നെ അതങ്ങനെയാണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്ത് അവളുടെ നിന്ന് കിട്ടുമ്പോൾ എൻ്റെ മേടിച്ച് ഇനി തരണം കേട്ടോ. എന്നാ ചെയ്യാൻ? ഓരോ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ വന്ന് ഓർഡർ ചെയ്താ അതൊക്കെ എന്തിനാ ഇത് കൊണ്ടുപോകുന്നത്? ഇപ്പൊ എനിക്കിപ്പോ അവിടെ കണക്ക് വായിക്കാൻ പറ്റുമോ? റീന പൈസ ഇല്ലല്ലോ കൊണ്ടുപോയാൽ. പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇപ്പൊ അല്ല എന്നെ ചെയ്യാനും അവരോട് ഞാനെടുത്ത് മറിച്ചെന്നൊക്കെ പറയാം. നീയിപ്പോ ഒരു പാഠം പഠിച്ചു. നീ ഇതുപോലെ ആരെ ഞാൻ സഹായിക്കാം. പൈസ കൊടുത്തോളി. ഇവിടുന്ന് കൊടുക്കാനാ എൻ്റെ അമ്മയെ. ഞാൻ ഇവിടുന്ന് കൊടുക്കും. ഇവിടുന്ന് കൊടുക്കാനാ. ചേട്ടൻ പൈസ അയച്ചെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അമ്മയ്ക്കറിയാം സാരിയെല്ലാം മനസ്സിലായില്ലേ എന്നെ പറ്റിയെന്ന്. എന്നാ മതി, കുറെ കൂടെ ഓർഡറൊക്കെ ചെയ്യാം അങ്ങോട്ട്. ഞാൻ മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിട്ടി അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട്. കിട്ടുന്നുണ്ട് എൻ്റെ തിരിച്ച് കൊണ്ട തന്നേക്കണം. കൊടുത്തോ? താങ്ക്സ്. അമ്മയോട് ക്ഷമിക്കണം കേട്ടോ. കേട്ടോ, അമ്മയോട് ക്ഷമിക്കണം. അമ്മ എൻ്റെ മാനം കാത്തു, നമ്മുടെ കുടുംബത്തിന്റെ മാനം കേട്ടോ. ഇപ്പൊ പൈസയൊക്കെ കിട്ടാൻ ഇഷ്ടംപോലെ ലഭ്യതകളുണ്ട്. കുടുംബശ്രീ ആയിട്ടും മൈക്രോ ആയിട്ടും
പിന്നെ ചില ഫിനാൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പൈസ ഇഷ്ടം പോലെ എടുക്കാം, പക്ഷെ അത് നന്നായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ വയ്യാതെ വരും, മാനം പോകും, ആകപ്പാടെ പ്രശ്നങ്ങളാകും, കടക്കാടൻ പോവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം. എല്ലാവരും സൂക്ഷിച്ച് വേണം. അതിൽ നമ്മൾ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടും, പിന്നെ കയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.